നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം, നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊക്കെ ഒരു ചെറിയ ശതമാനം ടെൻഷൻ നമ്മളൊക്കെ കൊണ്ടുനടക്കുന്നുണ്ട്. അതില്ലാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ കുറവാണ്. എന്തെങ്കിലും ഒരു ആലോചിക്കാനൊരു വിഷയം, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെറുതെ ഇരിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ചിന്തിച്ച് നോക്കാൻ, അല്ലെങ്കിൽ ഒരു പണിയൊന്നുമില്ലാതെ നടക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിക്ക് വരാൻ ഒരു ടെൻഷൻ അതെല്ലാവരും നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. ഒരു പക്ഷേ നിസ്കാരത്തിൽ പോലും നമ്മൾ സ്വസ്ഥതയില്ലാതെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കും. എന്തുകൊണ്ടാണിത് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്തരം ഒരു ചിന്തക്കും വ്യാകുലതക്കും പരിഹാരം തരാൻ ലോകത്ത് മറ്റാർക്കും പറ്റില്ല. അത് വിശുദ്ധ ഖുർആന് മാത്രമേ പറ്റുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഖുർആൻ നമ്മളോട് പറയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങൾ മറ്റെവിടെ നമ്മൾ കേൾക്കൂല, ആ പരിഹാരം വേറെ എവിടെ നമുക്ക് കിട്ടൂല. അത് ഖുർആനികമായ ഒരു പ്രഭാഷണത്തിൽ നിന്നോ സംസാരത്തിൽ നിന്നോ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. സത്യത്തിൽ നമ്മളുടെ അസംതൃപ്തിയാണ് ജീവിതത്തിൽ ഈ ടെൻഷൻ്റെ കാരണം. അസംതൃപ്തരാണ് നമ്മൾ. ഒരുപക്ഷെ നല്ല വീടുണ്ടാവും, നല്ല വാഹനം ഉണ്ടാവും, നല്ല സൗകര്യങ്ങൾ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒരു അസംതൃപ്തി മനസ്സിൽ എവിടെയോ കിടക്കും. അതെന്താണ് സുഹൃത്തുക്കളെ അസംതൃപ്തിൻ്റെ കാരണം? നമ്മളെല്ലാം ഇവിടുന്ന് കിട്ടുന്ന ആഗ്രഹിക്കണം, വിചാരിക്കണം, നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണം. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും ഒക്കെ ഇവിടെ തന്നെ നടക്കും എന്ന് നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് ഒരു അസംതൃപ്തി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ അസംതൃപ്തി മനസ്സിലില്ലെങ്കിൽ തന്നെ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്, ഭക്ഷണമുണ്ട്, സൗകര്യമുണ്ട്, വീടുണ്ട്, അതേപോലെ തന്നെ പല നമുക്ക് ആലോചിച്ചാൽ എല്ലാറ്റിനും ഉത്തരമുണ്ട്. പക്ഷെ എന്നാലും നമ്മളറിയാത്ത എന്തോ ഒരു ടെൻഷൻ നമ്മുടെ മനസ്സുകളിൽ നിലനിൽക്കുന്നുണ്ട്. അതെന്താണ് കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ഇവിടെ നിന്ന് തന്നെ കിട്ടൂലെന്ന് നമുക്കറിയെങ്കിലും കിട്ടും എന്ന് നമ്മുടെ ഉപബോധ മനസ്സിലൊരു വിചാരമുണ്ട്. സത്യം പറഞ്ഞാൽ അത് അസാധ്യമാണ് സുഹൃത്തുക്കൾ. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിരിക്കുന്ന ഒരാൾ എന്നത് ഈ ഭൂമിയിൽ അസാധ്യമായൊരു കാര്യം. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാൻ പറ്റും. എന്തപ്പോൾ വയസ്സാടിന് എന്താ പരിഹാരം? പ്രായമാകടിന് എന്തെങ്കിലും പരിഹാരമുണ്ട്? എല്ലാ സംവിധാനമുണ്ട്, പ്രായമാകടിന് എന്തെങ്കിലും പരിഹാരമുണ്ട്? പ്രായമാകുക പറഞ്ഞാൽ എന്താ? പ്രായമാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ദേഹസ്ഥിതിക്കൊക്കെ മാറ്റങ്ങൾ വരികയാണ്. കാലിന് മുട്ടിന് വേദന തുടങ്ങി, അല്ലെങ്കിൽ ഈ ചവക്കുന്ന ഇവിടെ വേദന തുടങ്ങി, കയ്യിന് വേദന തുടങ്ങി, ദേഹത്തൊക്കെ തൊലികൾക്ക് നിറം മാറാൻ തുടങ്ങി, നിരക്കാൻ തുടങ്ങി, നമ്മൾ നടക്കുമ്പോൾ കിതക്കാൻ തുടങ്ങി, പണ്ടുണ്ടായിരുന്നതിനേക്കാളും വേദനകൾക്ക് തീവ്രത കൂടി, ചെറിയൊരു വേദന വരുമ്പോഴേക്കിന് അസഹനീയമായി മാറി. ഇതിനൊക്കെ വല്ല പരിഹാരമുണ്ട്? ഇനി അതൊക്കെ പോട്ടെ, മരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയില്ല. അപ്പം ഞാൻ മരിക്കോലോ എന്ന് മനസ്സിലൊരു വിചാരം വന്നാൽ അത് ടെൻഷനല്ലേ? തൊട്ടടുത്തൊരു അയൽവാസി മരിച്ചു, അല്ലെങ്കിൽ നമുക്കൊരു അസുഖം വന്നു, അല്ലെങ്കിൽ ഒരു ഗ്യാസ് കയറി നെഞ്ചിനൊരു വേദന തോന്നി, ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പം പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു പ്രശ്നമില്ലാതിരിക്കുക എന്നുള്ളൊരു അവസ്ഥ മനുഷ്യന് അസാധ്യമാണ്. ഇവിടെ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇവിടെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പ്രയാസം ബുദ്ധിമുട്ടും ആലോചിച്ച ഒരാൾ ടെൻഷൻ ആവുകയാണെങ്കിൽ അയാൾക്ക് എപ്പോഴാണെന്ന് മനസ്സമാധാനപ്പെടാനൊരു അവസ്ഥ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? നമ്മുടെ മനസ്സിൽ നാം സ്വപ്നം കാണുന്ന ആ ഒരു ജീവിതം ഉണ്ട്, പക്ഷെ അത് അവിടെ കിട്ടൂല, മരിച്ചിട്ട് പരലോകത്തെ കിട്ടും. അതുകൊണ്ടാണ് സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു ഉപയോഗിച്ച പദം എന്താണ് സുഹൃത്തുക്കളെ? അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാഉം ഖറഊ കിതാബിയ ഇന്നി ലനന്തു അന്നി മുലാഖിൻ ഹിസാബിയ ഫഹുവ ഫീ ഈശത്തിൻ റാദിയ അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി, ഏതൊരുത്തന്റെ ഗ്രന്ഥം അവന്റെ വലത്തെ കയ്യിൽ നൽകപ്പെട്ടുവോ ഫയഖൂലു ഹാഉം ഖറഊ കിതാബിയ, എന്റെ ഗ്രന്ഥമൊന്ന് വായിച്ചു നോക്കൂ എന്നവൻ പറയും. ജീവിതത്തിൽ നന്മകൾ ചെയ്ത് ആ നന്മ കൊണ്ടൊരു സ്വർഗമുണ്ടെന്ന് വിശ്വസിച്ചിട്ട് അതാ സത്യം കൺമുന്നിൽ പുലർന്നു കാണുകയാണ്. വലത്തെ കയ്യിൽ ഗ്രന്ഥം കിട്ടുമ്പോൾ ഞാൻ സ്വർഗത്തേക്കാന്ന് അവന് മനസ്സിലാകാണ്. അവൻ സംതൃപ്തകരമായ ജീവിതത്തിലാണ്. എന്താ സംതൃപ്തകരമായ ജീവിതം എന്ന് പറഞ്ഞാൽ, മനസ്സിന് ആഗ്രഹിച്ചതൊന്നും അവിടെ കിട്ടാതെ വരില്ല. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഊൻ, നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് അവിടെയുണ്ട്, നിങ്ങൾ ചോദിച്ചാവശ്യപ്പെടുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅയുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഒരാൾക്കും അറിയുകയില്ല, ഒരാൾക്കും ചിന്തിക്കുവാനോ ആലോചിക്കുവാനോ ഭാവനയിൽ കാണുവാൻ പോലും സാധ്യമല്ല. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅയുൻ, സന്തോഷങ്ങളിൽ നിന്ന്, കൺകുളിർമയിൽ നിന്ന്, ആഹ്ലാദങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് അല്ലാഹു സ്വർഗത്തിൽ നിറച്ചു വെച്ചതെന്ന് ഒരു മനുഷ്യന് തൻ്റെ ചിന്തയിലോ ഭാവനയിലോ കാണുവാൻ പോലും സാധ്യമല്ല. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിക്കൊണ്ട്. അത്ര വലിയ സന്തോഷമുള്ളൊരു ലോകമാണ്. മനുഷ്യന്റെ സംതൃപ്തിക്കും സന്തോഷത്തിനും വിരുദ്ധമായിട്ട് ഒന്നുമില്ല. ഏതൊരുത്തന്റെ തുലാസ് കനം തൂങ്ങിയോ അവൻ സംതൃപ്തകരമായ ജീവിതത്തിലായിരിക്കും. ഐശത്തുൻ റാദിയ. എന്റെ സുഹൃത്തുക്കളെ, രോഗമില്ലാത്തൊരു ജീവിതമുണ്ട്,
രോഗങ്ങളില്ല അവിടെ. ലാ യമസ്സുനാ ഫീഹാ നസബുൻ വലാ യമസ്സുനാ ഫീഹാ ലൂബ്. ഒരു ക്ഷീണവും അവർക്ക് ബാധിക്കുകയില്ല, ഒരു വിഷമവും അവർക്ക് വരികയില്ല, ഒരു രോഗവും അവർക്ക് വരികയില്ല. ഒന്നും വരാത്തൊരു ലോകം. ജീവിതത്തെ അസ്വസ്ഥതപ്പെടുത്തുന്നത് കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ നെറ്റില്ലേ സുഹൃത്തുക്കളെ? ലോകത്തുള്ള എല്ലാ വിവരം വരൂലേ? നിങ്ങൾ എപ്പോഴും ഫോൺ ലോക്ക് തുറന്നാൽ ആദ്യം കാണുക വാട്സപ്പ് അല്ലേ? ആ വാട്സപ്പ് ഒരു 5 മിനിറ്റ് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് ടെൻഷൻ കയറിയിരിക്കും മനസ്സിക്ക്. കാരണം ലോകത്തിലെ എല്ലാ വാർത്തയും നിങ്ങൾ വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കി. ഇന്ന് മുതൽ ഒരാഴ്ചത്തേക്ക് നിങ്ങൾ വാട്സപ്പ് ഒന്ന് വെറും ഒരു ഫോൺ മാത്രം അറ്റൻഡ് ചെയ്യാൻ ഫോൺ ഉപയോഗിച്ച് നോക്കും. നിങ്ങൾ ഭയങ്കര സ്വസ്ഥരായിരിക്കും. കാരണം എന്താ അറിയോ? ഇവിടെ കേൾക്കുന്നത് മുഴുവൻ നമ്മൾ സമാധാനം കെടുത്തും. സ്വർഗത്തിലോ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅതീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅതീമാ. ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ, അനാവശ്യമുള്ള വർത്തമാനങ്ങളോ കുറ്റപ്പെടുത്തലുകളോ ആക്ഷേപങ്ങളോ ഒന്നും അവർ കേൾക്കേണ്ടി വരികയില്ല. ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. സമാധാനം എന്ന വാക്കല്ലാതെ മറ്റൊന്നും അവർ അവിടെ കേൾക്കേണ്ടി വരികയില്ല. സലാം. അതുകൊണ്ടാണ് സ്വർഗത്തിന് അല്ലാഹു ദാറുസ്സലാം എന്ന് വിളിച്ചത്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു ദാറുസ്സലാമിലേക്ക്, സമാധാനത്തിന്റെ വീട്ടിലേക്കാണ് വിളിക്കുന്നത്. വയഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം. ചൊവ്വായ മാർഗത്തിലൂടെ ആ സ്വർഗത്തിലേക്ക്, സമാധാനത്തിന്റെ വീട്ടിലേക്കാണ് അവൻ നയിക്കുന്നത്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. സമാധാനത്തിന്റെ വീട്. സമാധാനത്തിന്റെ വീടെന്ന് വിളിച്ചോണ്ടോണ്ട സമാധാനം കെടുത്തുന്നൊന്നുമില്ല. രോഗം സമാധാനം കെടുത്തില്ലേ സുഹൃത്തുക്കളെ? വാർദ്ധക്യം സമാധാനം കെടുത്തില്ലേ? നമ്മുടെ ബന്ധുവിന്റെ മരണം സമാധാനം കെടുത്തില്ലേ? ഒരു അപകട വാർത്ത സമാധാനം കെടുത്തൂലേ? അതൊന്നും അവിടെ ഇല്ല. ഉറക്കല്ല. സ്വർഗത്തിൽ ഉറക്കല്ല. എന്താ ഉറക്കല്ലാത്തത്? ക്ഷീണല്ലാത്തതുകൊണ്ടാണ് ഉറക്കല്ലാത്തത്. അല്ലാ തജൂഅ ഫീഹാ വലാ തഅറ വലാ തൽമഉ ഫീഹാ വലാ തൽഹ. അല്ലാ തജൂഅ ഫീഹാ വലാ തഅറ. അവിടെ വിശപ്പില്ല, അവിടെ വസ്ത്രത്തെക്കുറിച്ചുള്ള ചിന്തയില്ല, നഗ്നത വെളിവാകുന്നില്ല. അല്ലാ തജൂഅ ഫീഹാ വലാ തഅറ വലാ അല്ലാ തൽമഉ ഫീഹാ വലാ തൽഹ. അവിടെ ദാഹമില്ല, അവിടെ വെയിലില്ല, ഒന്നുമില്ല. അത്ര. അപ്പോൾ എന്തൊക്കെയുണ്ടോ ജീവിതത്തിൽ അസ്വസ്ഥമായത്, അതൊന്നുമില്ലാത്തൊരു ലോകം സുഹൃത്ത് മനസ്സിൽ എപ്പോഴും വേണം. അത് മനസ്സിലുണ്ടാവുമ്പോൾ എന്താ അറിയോ? ജീവിതത്തിൽ മറ്റു നിരാശകളൊന്നുമില്ല. കാരണം സംതൃപ്തകരമായൊരു ജീവിതത്തിലേക്ക് പോകുന്നത്. വയസ്സാവുമ്പോൾ എന്തേക്കാരം സന്തോഷം കൂടുക ചെയ്യുക. എന്താ? ഞാൻ സ്വർഗത്തിലേക്ക് അടുക്കുകയാണ്, ഞാൻ വിശ്രമമുള്ളൊരു ജീവിതത്തിലേക്ക്, ദാറുസ്സലാമിലേക്ക്, സംതൃപ്തിയുടെ വീട്ടിലേക്ക് ഞാൻ അടുക്കണം. മരിക്കാതെ പോകാൻ പറ്റൂ സുഹൃത്തുക്കളെ? നിരക്കുമ്പോൾ സന്തോഷമാണ്, സമാധാനമാണ്. വീട്ടിലിരിക്കുന്ന വാർദ്ധക്യമുള്ളവൻ്റെ മനസ്സിൽ അസ്വസ്ഥതയില്ല. ഒരു കേൾക്കാഞ്ഞിട്ടാണ്. സ്വർഗം അവിടെ മനസ്സിലേക്ക്, അവർക്ക് പ്രതീക്ഷ പോവുകയാണ്. ദുനിയാവെന്ന് പോണോടൊക്കെ പോകൂലെന്നാണ് ചോദിക്കണേ. എല്ലാം നഷ്ടപ്പെടുകയാണ്. എല്ലാം നഷ്ടപ്പെടല്ലേ സുഹൃത്തുക്കളെ? ജീവിതത്തിൽ ഏറ്റവും പൂർണ്ണമായ, സമ്പൂർണ്ണമായ ഒരു ജീവിതത്തിലേക്ക്, ലഹിയൽ ഹയവാൻ, അതാണ് ജീവിതമെന്ന് പറഞ്ഞ ഒരു ജീവിതത്തിലേക്കുള്ള പോക്കാണ്. അപ്പം ഈ സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ കേൾക്കുമ്പോൾ മനസ്സിൽ സമാധാനം തിരിച്ചു വരും. ഒരു പ്രശ്നം ഉണ്ടാവില്ല. രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഒന്നും സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ വർദ്ധിപ്പിക്കുക ചെയ്യുക. എന്തൊക്കെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടോ, ലില്ലദീന അഹ്സനൂ ഫീ ഹാദിഹി ദുനിയാ ഹസന, ലില്ലദീന അഹ്സനൂ ഫീ ഹാദിഹി ദുനിയാ അഹ്സന. നന്മ പ്രവർത്തിക്കുന്നവർക്ക് ഇഹലോകത്തും നന്മയുണ്ട്, പരലോകത്തും നന്മയുണ്ട്. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമിക്കുന്നവർക്ക് കണക്കില്ലാത്ത പ്രതിഫലം, ബിഗൈരി ഹിസാബ്, കണക്കില്ലാത്ത പ്രതിഫലം നൽകും. ക്ഷമിക്കുന്നവർക്ക് കണക്കില്ലാത്ത പ്രതിഫലം നൽകുന്നതാണ്. പിന്നെ എന്താ സുഹൃത്തുക്കൾ, ആരെയും സമാധാനിപ്പിക്കാൻ പറ്റും? ഞാൻ കയ്യും കാലൊന്നും ഇല്ലാത്ത ഒരു സുഹൃത്ത്, കയ്യുള്ള കാലും അദ്ദേഹത്തിന് ശരിക്കില്ല. കിടക്കാൻ മാത്രമേ പറ്റുള്ളൂ, എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തെ കണ്ടുമുട്ടി കുറേ സമയം അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കലുണ്ടോ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിസ്കരിക്കലില്ല. എൻ്റെ ഹൃദയം ഒരു ഇടിവെട്ടേറ്റൊരവസ്ഥ അപ്പോൾ ഉണ്ടായി. കാരണം നിസ്കരിക്കലില്ല എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റിരിക്കാതെ ജീവിതകാലം ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ നിലത്തൊരു പായയിൽ കിടക്കേണ്ടി വരുന്ന ഒരാൾക്ക് നിസ്കാരമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ സുഹൃത്തുക്കൾ നമുക്ക് പ്രതീക്ഷ? നിസ്കാരമില്ലാത്ത സ്വർഗത്തിൽ ഇല്ലല്ലോ. നിസ്കരിക്കാൻ സ്വർഗത്തിലുണ്ടോ? ഇല്ലല്ലോ. എന്തേ നരകത്തിൽ വരാൻ? നിസ്കരിച്ചിരുന്നില്ല, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ല. ഇതൊക്കെ കാരണം പറയുമ്പോൾ നിസ്കരിക്കാതെ. ഞാൻ പറഞ്ഞു, സുഹൃത്തെ നിസ്കരിക്കണം, എങ്ങനെങ്കിലും നിസ്കരിക്കണം. നിനക്ക് കടന്നിട്ട് ചെയ്യാൻ പറ്റും. കാരണം നിനക്ക് ഓരോ സെക്കൻഡും നിനക്ക് പ്രതിഫലമാണ്. എല്ലാവർക്കും അങ്ങനെ കിട്ടുമോ സുഹൃത്തുക്കൾ? എല്ലാ സെക്കൻഡും പ്രതിഫലം കിട്ടുമോ? കാരണം കഷ്ടപ്പാടില്ലാത്ത സമയങ്ങളില്ലേ നമുക്കൊക്കെ. അയാൾക്ക് കഷ്ടപ്പാടില്ലാത്തൊരു സമയമേ ഇല്ല ജീവിതത്തിൽ. ഭക്ഷണം കൊടുക്കാൻ ഉമ്മാൻ്റെ കയ്യേ പറ്റുള്ളൂ. ഒത്തിരി വലിയൊരു സമ്പന്നൻ വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യം, ഈ കുട്ടിനോട് ചോദിച്ചു, ഈ ഡിസബിലിറ്റി ഉള്ള കുട്ടിനോട് ചോദിച്ചു, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ ജീവിതത്തിൽ? അപ്പോൾ അവനെന്താ മറുപടി പറഞ്ഞറിയോ? ഞാൻ ഉമ്മ മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരിക്കണം എന്നാണ് പറഞ്ഞു. അവൻ്റെ ആഗ്രഹം കാറ് വേണം, ലോറി വേണം എന്നൊന്നല്ല.
ഉമ്മ മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരിക്കണം. എന്താ? ഉമ്മൻ്റെ കൈയാണ് അവൻ്റെ കൈ. ബാത്റൂമിൽ പോകണമെങ്കിൽ ഉമ്മ വേണം, ഭക്ഷണം കഴിക്കണമെങ്കിൽ ഉമ്മൻ്റെ കൈകൾ വേണം. അപ്പോൾ ഉമ്മ മരിച്ചാൽ എന്ത് ചെയ്യുന്നതിന് ഉത്തരമില്ല. മറ്റൊരിക്കൽ അവൻ പറഞ്ഞു, വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ ഏതെങ്കിലും പെൺകുട്ടികൾ സ്വീകരിക്കും. നമ്മളെപ്പോലെയുള്ള എല്ലാ വിചാരങ്ങളുമുണ്ട്. അള്ളാഹുവിന് പ്രതിഫലം നൽകട്ടെ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അവൻ്റെ മനസ്സിലൊരു ഉത്തരമുണ്ട്. കൈകളും കാലുകളുമുള്ള പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ അള്ളാഹു ഒരു പുനർജീവിതം എനിക്ക് തരും. അവിടെ ഞാൻ നിങ്ങളെക്കാളും സുമുഖതയോടുകൂടെ ഞാൻ സ്വർഗത്തിൽ അനുഭവിക്കും. അവരും അവിടെ ഇണകളും സ്വർഗത്തിൽ ചാരിയിരിക്കും. അവിടെ വൈകല്യങ്ങളുണ്ടോ സുഹൃത്തുക്കളെ? അവിടെ തകരാറുകളുണ്ടോ? ഇല്ല. അവിടെ മരണമില്ലാത്ത ലോകത്ത് അവിടെ വൈകല്യങ്ങളില്ല. ഒരു പുതിയ സൃഷ്ടിപ്പാണ് അവിടെ. ഒരു പുതിയ സൃഷ്ടിപ്പാണ് അള്ളാഹു അവിടെ നടത്തുന്നത്. അതുകൊണ്ട് തീർച്ചയായും അവിടെ പ്രതീക്ഷയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പം നമ്മുടെ മനസ്സിലത് വേണം. നിങ്ങളെന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ ഈ ചിന്തകൾ, ഖുർആനികമായ എന്ത് ആലോചനകളും മനസ്സിന് സമാധാനം നൽകും. സുഹൃത്തുക്കളെ, എന്ത് ദുരിതമാണ് നമ്മളൊക്കെ അനുഭവിക്കുന്നത്? ദുരിതങ്ങളെക്കുറിച്ച് വേദനപ്പെട്ടിരിക്കുകയാണ്. എന്ത് ദുരിതമാണ് നമ്മളൊക്കെ അനുഭവിക്കുന്നത്? നമ്മൾ ഈ പറയുന്ന സങ്കടങ്ങളും ദുരിതങ്ങളൊക്കെ ആപേക്ഷികമായി ചിന്തിച്ചാൽ അതൊക്കെ എത്ര വലുതാണോ? നമ്മുടേതിനേക്കാളൊക്കെ എത്ര മാരകമായ പ്രതിസന്ധികളും പ്രയാസങ്ങളുമാണ് അനുഭവിക്കുന്നത്. ഒന്നുമില്ല, ഒഴിവുണ്ടാകുമ്പോഴത്തെ ഏതെങ്കിലും ആശുപത്രി കയറി നോക്കിയാൽ മതി സുഹൃത്തുക്കളെ. ആ ചില്ലിലൂടെ ഒന്ന് നോക്ക്. ശ്വാസം വെന്റിലേറ്ററിൽ ഇട്ടിട്ട് ഓക്സിജൻ അടിച്ച് കയറ്റിയിട്ട് വായൊക്കെ വീർത്ത് വരുന്ന രംഗം. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എത്ര രോഗികൾ, ഞാനും നിങ്ങളും സ്വസ്ഥമായി ഈ കാറ്റത്തിരിക്കുമ്പോൾ, ഈ തണുപ്പത്തിരിക്കുമ്പോൾ അതിനുള്ളിൽ കിടന്ന് നരകിക്കുന്നുണ്ടായി. നമ്മൾ എന്ത് ദുരിതം സഹിച്ച്, ഇനി എന്തൊക്കെ ദുരിതം സഹിച്ചാലും ഏറ്റവും വലിയ ദുരിതം നരകമല്ലേ സുഹൃത്തുക്കളെ? ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും, അപ്പം ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപകരിക്കും എന്ന് മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും കാര്യത്തിൽ ഒരു ടെൻഷൻ തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു അപസ്മാരമുണ്ടോ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കാരണമാണത്. നിങ്ങൾക്കൊരു വേദന ഉണ്ടോ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കാരണമാണത്. അപ്പോൾ നമ്മുടെ ദുരിതങ്ങളെല്ലാം നരകരക്ഷയ്ക്കൊരു കാരണമാണെങ്കിൽ നരകം വന്ന ഏറ്റവും വലിയ ദുരിതത്തെക്കാളും വലിയൊരു ദുരിതമുണ്ടോ സുഹൃത്തുക്കളെ? നരകത്തെക്കുറിച്ച് പറയുന്ന ആയത്തുകൾ വായിക്കുമ്പോൾ നമ്മളൊക്കെ പേടിച്ചു പോകില്ലേ? അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപകരിക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തെങ്കിലും അസംതൃപ്തി ഉണ്ടാവും. ഉള്ളതിലൊക്കെ സന്തോഷപ്പെട്ട് നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും. അതുകൊണ്ടൊരു ഉറപ്പ് വേണം. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചൊക്കെ ഒരു ഉറപ്പ് വേണം. പല ആളുകൾക്കും ചെറിയ സംശയങ്ങൾ ഉണ്ടോ അല്ലേ എന്ന്. അത് സംശയം ഉണ്ട് എന്ന് പറയാൻ ഞാൻ കാരണം എന്താ പറയുക, ആ സംശയം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്നുണ്ട്. വാക്ക് പ്രകടമാകണില്ല. സ്വർഗ്ഗമില്ലാന്ന് ആരും പറഞ്ഞില്ല, നരകമില്ലാന്ന് ആരും പറഞ്ഞില്ല, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രകടമാകുന്നുണ്ട്. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലി തുമ്മ ലം യർതാബു വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ് ഉലൈക ഹുമുസ് സാദിഖൂൻ. ഇന്നമൽ മുഅ്മിനൂൻ, ഒരു കൂട്ടം ആളുകൾ മാത്രമാണ് വിശ്വാസികൾ. ആമനൂ ബില്ലാഹി വറസൂലി, അല്ലാഹുവിലും റസൂലിലും അവർ വിശ്വസിച്ചിരിക്കുന്നു. തുമ്മ ലം യർതാബു, പിന്നെ അവരതിൽ സംശയിക്കുന്നില്ല. വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, സ്വത്തുകൊണ്ടും ശരീരം കൊണ്ടും അവർ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നു, ജിഹാദ് ചെയ്യുന്നു. ഉലൈക ഹുമുസ് സാദിഖൂൻ, അവരാകുന്നു സത്യസന്ധന്മാർ. അവർ കപടന്മാരല്ല, അവർ സത്യസന്ധരായ വിശ്വാസികളാണ്. ഉറപ്പ്, സ്വർഗവും നരകമൊക്കെ ഉറപ്പ്. സുഹൃത്തുക്കളെ, പരീക്ഷയില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റിയ ആൾക്കാർ ഞാൻ തൊട്ടിട്ടില്ല. അതല്ലാണ് പരീക്ഷ തൊട്ടിട്ടില്ല. തൊടൂല സഹോദരങ്ങളെ, തൊടൂ. നരകവും സ്വർഗമൊക്കെ ഉറപ്പുള്ളോ തൊടൂ. ഞാനിങ്ങനെ ആലോചിക്കും, പലപ്പോഴും പല ആളുകളും മെസ്സേജ്, ഒരു തിരുവനന്തപുരത്ത് ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് അയച്ച്, ഉസ്താദെ 2 ലക്ഷം രൂപ കൊടുക്കാണ്ട് കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്, എങ്ങനെയെങ്കിലും സഹായിക്കണം, എങ്ങനെയെങ്കിലും പരിഹരിക്കണം എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയച്ച്. എന്ത് കടാ സുഹൃത്തുക്കളെ ഇത്? എന്ത് കടാ? ലോണാണിത്. എല്ലാ മാസവും 5000 6000 അടച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലേ? ഞാൻ പലപ്പോഴും ഇതുമായി വരുന്ന ആളോട് ചോദിക്കും, നിങ്ങൾ ആ ബാങ്കിൻ്റെ പേപ്പറിൽ ഇങ്ങനെ ഒപ്പിടുന്ന സമയത്ത് ഒപ്പിടുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ വരണം, എന്ത് വരണം? ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി, അള്ളാഹിനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിക്കണം. ജയിക്കോ സുഹൃത്തുക്കളെ? അള്ളാഹിനോട് റസൂലിനോട് യുദ്ധം പ്രഖ്യാപിച്ച് ആരെങ്കിലും ജയിക്കും? ഇപ്പോൾ ഈമുള്ള ഒരുത്തൻ, സ്വർഗ്ഗനരകങ്ങളെക്കുറിച്ച് ബോധമുള്ള ഒരുത്തൻ നരകത്തിലേക്ക് പോകുമോ എന്ന് ഉറപ്പുള്ളൊരു വിഷയം, ഒരു ഹറാം, ഏറ്റവും വലിയ വൻ പാപങ്ങളിൽപ്പെട്ട ഒരു കാര്യം ചെയ്യൂ ചില. അപ്പോൾ എന്താ, നമ്മുടെ വിശ്വാസം അവിടെ പ്രവർത്തിക്കുന്നില്ല. നമ്മുടെ വിശ്വാസം നമ്മളിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിലാ പിന്നെ ആ ദുരിതം വരൂല. പലിശ കടം കൊണ്ട് കുടുങ്ങിയവരെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് ഒപ്പിട്ടതുകൊണ്ടാണ്. ആ ഒപ്പിടാൻ സമയത്ത് അവൻ്റെ മനസ്സിൽ ആ ബോധം വന്നിട്ടുണ്ടെങ്കിൽ അവൻ ഈ കുടുങ്ങൂല, ഈ ലോൺ അവൻ അടക്കേണ്ടി വരില്ല, തീരാത്ത കടങ്ങളിൽ അസ്വസ്ഥനായി ഉറക്കമൊഴിക്കേണ്ടി വരില്ല. അതാ പ്രശ്നം. നമ്മളിലത് പ്രതിഫലിക്കുന്നുണ്ടോ എന്നത് വളരെ വലിയൊരു വിഷയമാണ്. നമുക്കത് ബോധ്യപ്പെടണം, നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റണം. അപ്പോഴേ നമുക്ക് ആ മാറ്റം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തിന്മകളിൽ നിന്ന് മാറി അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ എല്ലാത്തിനും പരിഹാരം എന്താ സുഹൃത്തുക്കളെ? ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും പരിഹാരം എന്താ? എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്താ? പടച്ചോനാണ്. പരിഹരിക്കാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുക അള്ളാഹിനെ പറ്റി മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും നമ്മളിത് പരിഹരിച്ചു തരാൻ പറ്റുക? ലോകം മുഴുവൻ ഒരുമിച്ച് കൂടിയാലും നിൻ്റെ ഒരു ദുരിതത്തെ മാറ്റാൻ അള്ളാഹ് വിചാരിച്ചില്ലെങ്കിൽ അവർക്ക് പറ്റൂല. അവർക്കൊരിക്കലും പറ്റൂല. നിങ്ങളുടെ ലിവർ മാറ്റാനും കിഡ്നി മാറ്റാനും നാട്ടിൽ മുഴുവനും പൈസ പിരിച്ചു കൊണ്ടുവന്നാലും മാറ്റേണ്ട ഓപ്പറേഷൻ്റെ സമയത്ത് ഡോക്ടർ പറയാൻ ഇത് ഇയാൾക്കിത് പറ്റൂല എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ?
ഇയാൾക്ക് ഇപ്പോൾ അത് ചെയ്യാൻ, ആ സർജറി ചെയ്യാൻ ഇപ്പോൾ പറ്റൂല, അത് ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞാൽ അയാൾ തിയേറ്ററിൽ നിന്ന് പുറത്ത് റൂമിൽ കൊണ്ടുവരും. നമ്മുടെ നിയന്ത്രണത്തിൽ ഒന്നുമില്ല, ഒക്കെ പടച്ചോനെ പറ്റുള്ളൂ. കാരണം പടച്ചോൻ്റെ അടുത്തല്ലേ സുഹൃത്തുക്കളെ എല്ലാം. തബാരക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തബാരക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, ഏതൊരുത്തൻ്റെ കയ്യിലാണോ ഈ പ്രപഞ്ചത്തിൻ്റെ രാജാധികാരമുള്ളത് അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, അല്ലാഹുവിന് ഒരു ഗാംഭീര്യം നിങ്ങൾ നൽകിയിട്ടില്ല, അല്ലാഹുവിൻ്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, അല്ലാഹുവിൻ്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമില്ല, അല്ലാഹുവിൻ്റെ കഴിവിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ല. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ വഖദ് ഖലഖകും അത്വാറ, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഘട്ടം ഘട്ടങ്ങളായിക്കൊണ്ട് അത്ഭുതകരമായി നിങ്ങളുടെ സൃഷ്ടിപ്പ് നിർവഹിച്ച് നിങ്ങൾക്ക് ജീവനും രൂപവും നൽകിക്കൊണ്ടുവന്ന് നിങ്ങളെ പ്രസവിച്ച് ഭൂമിയിലെത്തിച്ച അല്ലാഹുവിൻ്റെ കഴിവിനെക്കുറിച്ച്, അല്ലാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് വേണ്ട രൂപത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അലം തറൗ കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാതിൻ തിബാക വജഅലൽ ഖമറ ഫീഹിന്ന നൂറ വജഅലശ് ശംസ സിറാജ. 7 അടുക്കുകളായി 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണവൻ. ആകാശത്തേക്ക് നോക്കിയാൽ 7 വിശാലമായ വാനലോകങ്ങളെ സൃഷ്ടിച്ചവനാണവൻ. സൂര്യനെ നിശ്ചയിച്ചവനാണവൻ, ചന്ദ്രനെ സൃഷ്ടിച്ചവനാണവൻ. ആ സൃഷ്ടാവിൻ്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. പടച്ചോനെ കുറിച്ച് മനസ്സിലാകണം ഒരാൾക്ക്. ജീവിതത്തിൽ ഒരു അസ്വസ്ഥതയും ഒരു സമാധാനക്കുറവില്ല. എപ്പോഴാണ് സുഹൃത്തുക്കളെ ആ റബ്ബിനെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന നിമിഷങ്ങൾ ഏതാണ് ജീവിതത്തിൽ? ഞാൻ ഓതിയല്ലോ തുടക്കത്തിൽ, നിങ്ങളത് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ കിണറ്റിൽ വീണപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ലേ കഴിഞ്ഞു എന്ന്? കാരണം വിളിച്ചിട്ട് കാര്യമില്ല. കേൾക്കിനോടത്ത് നിൽക്കുന്നത് ആരാര്? സ്വന്തം ചോരയിൽ പിറന്ന ജ്യേഷ്ഠന്മാരാണ്. അവരെ കിണറ്റിക്കിട്ടത് മനസ്സിലായി. ഒരു ബക്കറ്റിൽ തൂങ്ങിപ്പിടിച്ച് കരക്കെത്താണ്. പിന്നെ ആരെടുത്തെത്തുന്ന സുഹൃത്തുക്കളെ? കച്ചവടക്കാരെടുത്ത്. അവരൊരു കുട്ടിയെ കിട്ടിയപ്പോൾ വിറ്റിട്ടുള്ള കാശ ആലോചിച്ചു. അടിമച്ചന്തയിൽ വിറ്റ് പണം വാങ്ങിയവർ. പിന്നെത്തിയത് എവിടെയാണ്? കൊട്ടാരത്തിൽ. ആ വാക്ക് നോക്ക് നിങ്ങൾ. ജീവിതത്തിൽ ഈ ഒരു ആശയം മനസ്സിലുള്ളവൻ എന്തവിടെ പേടിക്കാനുള്ളത്? റബ്ബേ ഖദ് ആതൈതനീ മിനൽ മുൽക്ക്, റബ്ബേ ഖദ് ആതൈതനീ മിനൽ മുൽക്ക്, റബ്ബേ എനിക്ക് നീ രാജാധിപത്യം തന്നു. കിണറ്റിലെവിടെയോ മരിച്ചു പോകേണ്ടിയിരുന്ന, എവിടെയോ വഴിയോരങ്ങളിൽ വിറ്റൊഴിവാക്കേണ്ടി വന്നിരുന്ന, ഒരിക്കലും പുറത്തു വരാതെ ജയിലിൽ കഴിച്ചു കൂട്ടേണ്ടി വരുന്ന മഹാദുരന്തങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന് അത്ഭുതകരമായി പുറത്തു കൊണ്ടുവന്ന് ഇന്ന് സിംഹാസനത്തിൽ രാജാധികാരത്തിൽ എന്നെ ഇരുത്തിയ റബ്ബേ, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ്. ജയിലിൽ നിന്ന് പുറത്തു വരാൻ ഉപകരിക്കും വിധം എനിക്ക് സ്വപ്ന വ്യാഖ്യാനങ്ങളെ പഠിപ്പിച്ചു തന്നവനെ, ഫാത്തിറസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ സൃഷ്ടാവേ, ആകാശഭൂമികളുടെ സൃഷ്ടാവേ, ജീവിതത്തിൽ എവിടെയും ഇടപെടാൻ കഴിയുന്നവനെ, എന്തിനും സാധിക്കുന്നവനെ, എന്തും പരിഹരിക്കാൻ പറ്റുന്നവനെ, എൻ്റെ ജീവിതത്തെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നവനെ, എന്നെ ഈ മഹാസൗഭാഗ്യത്തിലേക്ക് വഴി നടത്തിയവനെ, ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത വലി, നീയാണ് എൻ്റെ രക്ഷകൻ. അൻത വലി, നീയാണ് എൻ്റെ രക്ഷകൻ. പണത്തിന് പറ്റാത്തത്, ജനക്കൂട്ടങ്ങൾക്ക് പറ്റാത്തത്, അധികാരങ്ങൾക്ക് പറ്റാത്തത്, സ്വാധീനങ്ങൾക്ക് പറ്റാത്തത്, ആരോഗ്യത്തിന് പറ്റാത്തത്, നമ്മുടെ ബുദ്ധിക്ക് കഴിയാത്തത്, എല്ലാറ്റിനും അപ്പുറത്ത് എനിക്ക് ചെയ്തു തരാൻ കഴിവുള്ളവനെ, അൻത വലി ഫിദ്ദുനിയാ വൽ ആഖിറ, ഇഹലോകത്തും നാളെ വരാനുള്ള പരലോകത്തും എന്നെ രക്ഷപ്പെടുത്തുന്ന രക്ഷകൻ നീയാണ്. തവഫനി മുസ്ലിമ വഅൽഹിഖനി ബിസ്സാലിഹീൻ, മുഅ്മിനാക്കി നീ എന്നെ മരിപ്പിക്കണം, സാലിഹീങ്ങളിൽ നീ എന്നെ ഉൾപ്പെടുത്തണം. ഒന്നുമില്ലാത്തൊരവസ്ഥ ചിന്തിക്കുക സുഹൃത്തുക്കളെ. ഒന്നുമില്ല. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് കുടിക്കാൻ വെള്ളമില്ല. ഇവിടെ നിന്നോ ലോഡിൽ കൊണ്ടുവന്ന ഒരു തൊട്ടി വെള്ളം തീർന്നാൽ ഇനി പെട്ടെന്നൊന്നും വെള്ളം കിട്ടൂല. ഭക്ഷണമില്ല, വാങ്ങാനൊരു കടയില്ല, കയ്യിലൊരു പണമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ സങ്കല്പിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ആ അവസ്ഥയിലായിരുന്നു ഇബ്രാഹിം നബി ഇസ്ലാം മക്കത്ത് വന്നത്. ആ തോൽ തൊട്ടിയിലെ വെള്ളം തീർന്നാലേ പിന്നെ വെള്ളമല്ല. അപ്പോൾ ആ പിറന്നു വീണ ഇസ്മായിൽ എന്ത് ചെയ്യും? എന്താ ചെയ്യാൻ പറ്റുക? വെള്ളമില്ലാതെ മരിച്ചു പോകും. വെള്ളമില്ലാതെ മരിച്ചു പോകും, അറിയാം. എവിടെയും വെള്ളമില്ല, അന്വേഷിച്ചാലും എവിടെയും വെള്ളമല്ല. വെള്ളമില്ലാത്തത് കൊണ്ടാണ് ഓടിയത് സഫാ മർവയിൽ. വെള്ളത്തിന് വേണ്ടി ഓടിയത്. വെറുതെ ഓടുകയാണ്, വെറുതെ ഓടുക. വെള്ളം കണ്ട് വെള്ളത്തിലേക്ക് ഓടല്ലല്ലോ, അസ്വസ്ഥമായി ഓടുകയാണ് ചെയ്യുക. എന്നിട്ട് സുഹൃത്തുക്കളെ എന്താ ചെയ്തത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൃഷികളില്ലാത്ത, വെള്ളമില്ലാത്ത ഭൂമിയിൽ വെച്ച് റബ്ബേ എന്ന് വിളിച്ചു. എല്ലാം കൊടുത്തില്ലേ?
റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത് റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി. എൻ്റെ റബ്ബേ, എൻ്റെ മക്കളെ കൊടുന്നു ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു, എൻ്റെ മക്കൾക്ക് ഞാൻ താമസത്തിനായി ഒരു സ്ഥലം തിരഞ്ഞെടുത്തിരിക്കുന്നു. ബിവാദിൻ ഗൈരി ദീ സറഇൻ, കൃഷികളില്ലാത്ത മണ്ണ്, കൃഷികളില്ലാത്ത നാട്, ഒരു പഴവും വിളയാത്ത നാട്, ഒരു കൃഷിയും മുളക്കാത്ത മണ്ണ്, അവിടെയാണ് ഞാൻ എൻ്റെ മക്കളെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ഇൻദ ബൈതികൽ മുഹറം, നിന്റെ പരിശുദ്ധ ഭവനത്തിനു ചാരേ, അതിൻ്റെ അടുക്കലായി കൊണ്ട് എൻ്റെ കുടുംബം ഇതാ താമസം ആരംഭിച്ചിരിക്കുകയാണ്. ലിയുഖീമുസ്സലാ, അവർ നമസ്കാരം നിലനിർത്തുന്നതിനു വേണ്ടി. അപ്പൊ നിസ്കരിച്ചാൽ എന്താ സുഹൃത്തുക്കളെ? നിസ്കരിച്ചാൽ ഒക്കെ കിട്ടും. അത് അള്ളാഹുവുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനമാണ് നമസ്കാരം. നിസ്കരിക്കാത്തവനുമായി എനിക്കൊരു ബന്ധവുമില്ല. നമസ്കാരം അള്ളാഹുവിലേക്ക് എത്താൻ ഏറ്റവും വലിയ വഴിയാണ്. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ, നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ അള്ളാഹുവോട് സഹായം ചോദിച്ചു കൊണ്ടിരിക്കുക. നിസ്കാരത്തിന് പറ്റും. ലോകത്തെ ഏറ്റവും അധികം നിസ്കാരം നടന്ന സ്ഥലം മക്കയാണ് സുഹൃത്തുക്കളെ. ഇപ്പം ഉണ്ടാകും ഒരു 30 ലക്ഷം ആൾക്കാർ അവിടെ. ഹജ്ജിനുണ്ടാകും ഒരു 1/2 കോടി ആൾക്കാർ. അത്ര ആൾക്കാർ സുജൂദ് ചെയ്ത മറ്റേതെങ്കിലും മണ്ണുണ്ടോ ഭൂമിയിൽ? ഈ വിജനമായ നാടിനെ, ഈ പരിശുദ്ധമായ ഹറം അവർക്ക് നിസ്കരിക്കാൻ വേണ്ടിയാണ്. ലിയുഖീമുസ്സലാ ഫജ്അൽ അഫ്ഇദതം മിനന്നാസി തഅവി ഇലൈഹിം വർസുഖുഹും മിനസ്സമറാത്ത് ലഅല്ലഹും യഷ്കുറൂൻ. 2 കാര്യം ആവശ്യപ്പെട്ടു. ഒക്കെ പടച്ചോൻ കൊടുത്തില്ലേ സുഹൃത്തുക്കളെ? ഒന്നൊരു സാധ്യതയും കാണാത്ത സ്ഥലത്ത് നിന്ന് എന്താ ചോദിക്കണത്? അവിടെ ഭക്ഷണം വേണം, കൊടുത്തു പടച്ചോൻ. ഇന്ന് ഏത് പഴമാണ് മക്കത്ത് കിട്ടാത്തത്? ഏത് ഭക്ഷണമാണ് മക്കത്ത് കിട്ടാത്തത്? പിന്നെന്തേ പറഞ്ഞു? ഫജ്അൽ അഫ്ഇദതം മിനന്നാസി തഅവി ഇലൈഹിം, ആൾക്കാർക്കൊക്കെ ഇങ്ങോട്ട് വരാൻ തോന്നണം. എന്നിട്ട് എൻ്റെ മക്കൾക്ക് അയൽവാസികൾ വേണം, ഈ നാടിൽ ജനങ്ങൾ വേണം എന്നേ പറഞ്ഞുള്ളൂ. നോക്ക്, നിങ്ങൾ വന്നില്ലേ സുഹൃത്തുക്കൾ? ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ആൾക്കാർ താമസക്കാരായി വന്നില്ലേ അവിടെ? ഫജ്അൽ അഫ്ഇദതം മിനന്നാസി തഅവി ഇലൈഹിം വർസുഖുഹും മിനസ്സമറാത്ത് ലഅല്ലഹും യഷ്കുറൂൻ, അവർക്ക് നീ ഭക്ഷണം നൽകണം, അവർ നന്ദിയുള്ളവരായേക്കും. ആ പ്രാർത്ഥന സാക്ഷാത്കരിച്ചില്ലേ? പിന്നെ സുഹൃത്തുക്കളെ, അവിടെയല്ലേ റസൂലുള്ളാഹി വന്നത്? റബ്ബനാ വബഅസ് ഫീഹിം റസൂലാ, ഒരു പ്രവാചകനെ നീ അവർക്ക് നിയോഗിച്ചു കൊടുക്കണം. ലോകാവസാനം വരേക്കുള്ള ദൂതനെ, റസൂലിനെ, അഷ്റഫുൽ ഖൽക്കിനെ മക്കത്താക്കാനാണ് അള്ളാഹു തീരുമാനിച്ചത്. ആ മക്കാഭൂമിയിൽ ഇബ്രാഹിം നബി പ്രാർത്ഥന, ആ റബ്ബ് ഇപ്പോഴും സുഹൃത്തുക്കളെ, ആ റബ്ബിനോട് നമുക്ക് പ്രാർത്ഥിച്ചൂടെ? എന്തിനാണ് ഈ സങ്കടങ്ങളൊക്കെ മനസ്സിൽ വെച്ച് ജീവിക്കുന്നത്? അവൻ വരില്ലേ ഇന്ന് പാതിരാവിലും? ഒന്നാം ആകാശത്ത് ആ പടച്ചോൻ വരൂലേ? ആ പടച്ചോനോട് കൈനീട്ടി ചോദിക്കാൻ, മൻ യസ്അലുനി, എന്നോട് ആരെങ്കിലും ചോദിക്കുന്നുണ്ട് എപ്പോഴും പടച്ചോൻ. അപ്പോൾ സുഹൃത്തുക്കളെ, റബ്ബിനെ മനസ്സിലാക്കി ആ റബ്ബിനോട് അടുക്കുമ്പോൾ നമുക്കതിന് പരിഹാരം ഉണ്ടാകും. ജീവിതത്തിൽ അങ്ങനെ അള്ളാഹു ദുരിതമനുഭവിക്കുന്നവരൊക്കെ സഹായിച്ച കഥകൾ വെറുതെ പറഞ്ഞതല്ലേ സുഹൃത്തുക്കൾ? അതിന് ഒരിക്കലും തെളിയിക്കുമെന്ന് സ്വപ്നത്തിൽ കാണാൻ പറ്റാത്ത കാര്യമാണ് എന്തരങ്ങൾ. ഭർത്താവില്ലാതുണ്ടായ കുട്ടി, അതൊരു വ്യഭിചാര സന്താനമല്ല എന്നെങ്ങനെ നാട്ടിനെ ബോധ്യപ്പെടുത്തുക? നമുക്കാർക്കെങ്കിലും ആലോചിച്ച് അതിന് വല്ല ഉത്തരം കിട്ടും സുഹൃത്തുക്കളെ? വ്യഭിചാരത്തിൻ്റെ സന്താനമല്ല, അത് ഹലാലായി ജനിച്ചൊരു സന്താനമാണ് ഈസാ നബിയുടെ ജനനം എന്ന് എങ്ങനെ പറയാൻ പറ്റും? മറിയം ബീവിക്ക് അള്ളാഹു അതിന് അവസരം കൊടുത്തു. യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയ, വിജനമായ ഈത്തപ്പനത്തോട്ടത്തിൽ വന്നിട്ട് പടച്ചോനെ വിളിക്കാൻ, പടച്ചോനെ ഈ ഒരു ദുരിതത്തിന് മുമ്പ് മരണപ്പെട്ടു പോയിക്കണമെങ്കിൽ ഈ ഇടങ്ങേറൊന്നും ഞാൻ അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ലോ എന്ന് പറയാൻ മാത്രം മനസ്സ് വേദനിച്ചു. പടച്ചോൻ പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട, എല്ലാം അല്ല ഇങ്ങനെ നേരിട്ട്, ഒരാളുമില്ല, പടച്ചോൻ നേരിട്ടാണ് ഒക്കെ പറയണത്. വിഷപ്പാണ് മറിയമേ എങ്കിൽ ഈത്തപ്പന മരം പിടിച്ചു കുലിക്കോ. ഈത്തപ്പന മരം പിടിച്ചു കുലിക്കാൻ ഈത്തപ്പഴം വീഴോ സുഹൃത്തുക്കളെ? ഈത്തപ്പഴം വീണു. തുസാഖിത് അലൈക റുതബൻ ജനിയ, നല്ല ഫ്രഷായ ഈത്തപ്പഴം പെറുക്കി തിന്നു. കുലേ വഷ്റബി, അയൽവാസികൾ കൊടുത്തതല്ല, നാട്ടുകാർ കൊടുത്തതല്ല, അല്ല കൊടുത്തത്. കുലേ വഷ്റബി വകർരി ഐന, നീ തിന്നോ കുടിച്ചോ, എന്നിട്ട് നീ ഒന്ന് സന്തോഷവതിയാക്, നിന്റെ ദുഃഖങ്ങൾ മാറ്, നിന്റെ ടെൻഷനുകൾ മാറ്, നിന്റെ മുഖത്തൊരു സന്തോഷവും ആഹ്ലാദവും വരട്ടെ. കുലി വഷ്റബി വകർരി ഐന വഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദ വഖൂലി ഇന്നി നദർതു ലിർറഹ്മാനി സൗമ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ. നിന്നെ പരിഹസിക്കാൻ, നിന്നെ കളിയാക്കാൻ, നിന്നെ വേശ്യയെന്ന് വിളിക്കാൻ, ഇവിടെ നിന്ന് നിനക്ക് കുട്ടിയെ കിട്ടിയെന്ന് ചോദിക്കാൻ ആളുകൾ വന്നാൽ നീ പറയണം, ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, ഞാൻ നോമ്പിലാണ്, ഞാൻ മൗനവ്രതത്തിലാണ്, ഞാൻ നിങ്ങൾക്കൊന്നും മറുപടി തരികയില്ലെന്ന് മാത്രം പറഞ്ഞ് മൗനത്തോടെ നീ മൗനവ്രതത്തിൽ കഴിഞ്ഞു കൂടുക. മിണ്ടാതിരുന്നാ മതി, ബാക്കി ഞാൻ പരിഹരിക്കുന്നതാണ്.
فأتت به قومها تحمله قالوا يا مريم لقد جئت شيئا فريا يا أخت هارون ما كان أبوك امرأ سوء وما كانت أمك بغيا. പ്രതീക്ഷിച്ച പോലെ നാട്ടുകാർ പറയുമെന്ന് പ്രതീക്ഷിച്ച വാക്കുമായി നാട്ടുകാർ വന്നു. പ്രസവിച്ച കുഞ്ഞിനെയും കൊണ്ട് ചെന്നപ്പോൾ അവർ ചോദിച്ചു, മറിയമേ, എവിടെ നിന്ന് നിനക്ക് ഈ കുഞ്ഞിനെ കിട്ടി? നിന്റെ വാപ്പ നല്ല മനുഷ്യനല്ലേ, നിന്റെ ഉമ്മ തേവിടിശിയല്ലോ, പിന്നെ എങ്ങനെ നിനക്ക് കുഞ്ഞുണ്ടായി? فأشارت إليه قالوا كيف نكلم من كان في المهد صبيا. കുട്ടിയിലേക്ക് അവൾ വിരൽ ചൂണ്ടി. അവർ ചോദിച്ചു, കുട്ടി എങ്ങനെ സംസാരിക്കും? നീയല്ലേ മറുപടി പറയേണ്ടത്, നിന്റെ തോന്നിയാസത്തിന് നീയല്ലേ ഉത്തരം പറയേണ്ടത്. കാല ഇന്നി അബ്ദുല്ലാ. ലോകത്ത് 3 കുട്ടികൾ സംസാരിച്ചതിൽ ഒരു കുട്ടി അതായിരുന്നു. കാല ഇന്നി അബ്ദുല്ലാ, ഞാൻ അല്ലാഹുവിൻ്റെ അടിമയാണ്. യേശു ക്രിസ്തുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, പൂജിക്കുന്ന എല്ലാവർക്കുമുള്ള മറുപടിയാണത്. കാല ഇന്നി അബ്ദുല്ലാ, ഞാൻ അല്ലാഹുവിൻ്റെ അടിമയാണ്. കാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ് വജഅലനി നബിയ്യ. എന്നെ നബിയായി നിശ്ചയിച്ചിരിക്കുന്നു, എനിക്ക് വേദഗ്രന്ഥം തന്നിരിക്കുന്നു. പ്രവാചകനല്ലല്ലോ സുഹൃത്തുക്കളെ മറിയം. എന്നിട്ട് അള്ളാഹു അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തില്ലേ. ആ അള്ളാഹിനെ അറിഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ എന്താ സുഹൃത്തുക്കളെ പരിഹരിക്കാത്തത്? പരിഹാരം അല്ല മാത്രമേ ഉള്ളൂ. അല്ല പരിഹരിക്കാൻ വിചാരിക്കാത്ത ഒന്നിനു വേണ്ടി എത്ര കാലം പരിശ്രമിച്ചാലും അത് പരിഹരിക്കപ്പെടുന്ന പ്രശ്നമില്ല. അപ്പം എന്താ ആദ്യം വേണ്ടത് സുഹൃത്തുക്കളെ? അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തത് ഒഴിവാക്കുക. അതൊക്കെ ചെയ്തിട്ടും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തും എന്നൊക്കെ വിചാരിച്ചിട്ട് വെറുതെ വിചാരിക്കേണ്ട സുഹൃത്തുക്കൾ. അള്ളാഹുവിൻ്റെ ബർക്കത്തും അള്ളാഹുവിൻ്റെ കടാക്ഷം അല്ലാതെ ഒന്നും നടക്കില്ല. ബിസിനസ് മുന്നോട്ട് പോകില്ല. നിങ്ങൾ ഒഴിവാക്കിപ്പോയ ആ പീഡിക റൂമിൽ എന്തേ മറ്റൊരു വന്ന് കച്ചവടം ചെയ്തപ്പോൾ അവിടെ ലക്ഷങ്ങളായത് എന്തേ? ഒരു നിലക്കും നടക്കൂല വിചാരിച്ചിട്ട് മുടക്കിയ പൈസ കെട്ടുകാണ്ട് കടം വാങ്ങി ലോണും വാങ്ങിയിട്ട് പെട്ടെറിഞ്ഞ് പോയ ആ പീഡിക മുറി വേറൊരുത്ത വാടക എടുത്തോണതപ്പോൾ ലോക മുതലാളിയായി നടക്കും. എന്തേ സംഭവിച്ചു സുഹൃത്തുക്കൾ? നമുക്ക് എന്തേ തോന്നാറുന്നത്? നമുക്ക് തോന്നൂല. തോന്നണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? അത് മേലെ നിന്നൊരു അനുഗ്രഹം വരണം. ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ. മക്കളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും നിങ്ങൾക്ക് സഹായം തരും. എപ്പോ? തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അനുഗ്രഹങ്ങൾ അള്ളാഹു ആകാശത്തു നിന്ന് വർഷിച്ചു തരും. മക്കളിൽ അനുഗ്രഹം ഉണ്ടാവും, കിട്ടുന്ന പൈസക്ക് ബർക്കത്തുണ്ടാവും, കിട്ടുന്ന ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും, ഭാര്യയിൽ സന്തോഷം കിട്ടും, ഭർത്താവിൽ സന്തോഷം കിട്ടും, കച്ചവടത്തിൽ സന്തോഷം കിട്ടും. അള്ളാഹ് ഹറാമുകൾ നിലനിർത്തിയിട്ട് അള്ളാഹിനെ തോൽപ്പിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ച നടക്കില്ല സുഹൃത്തുക്കൾ. ആദ്യം ഹറാമുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുക. എല്ലാ ദിക്റും തസ്ബീഹും നിസ്സാരമായ നന്മകൾ പോലും പ്രവർത്തിക്കുന്ന പല ആളുകളും വലിയ ഹറാമിലാണ് ജീവിക്കുന്നത്. ആ ഹറാമുകളിൽ നിന്ന് വിട്ടു നിന്നാലേ അത് കിട്ടുള്ളൂ സുഹൃത്തുക്കൾ. അതുകൊണ്ടല്ലേ അള്ളാഹുവിൻ്റെ റസൂൽ അത്ര ധൈര്യത്തിൽ പറഞ്ഞത്, ഞാൻ എത്ര പരിശുദ്ധനാണെന്ന് അവകാശപ്പെട്ടാലും നമുക്കൊക്കെ അത്ര പൂർണ്ണ പരിശുദ്ധി പറയാത്ത കുറ്റബോധയിലുണ്ട കാര്യങ്ങൾ ഒന്നിൻ്റെ വർത്തമാനത്തിൽ എവിടെ പേച്ചു പോകുന്നുണ്ട്. ഞാൻ അവനോട് പറഞ്ഞത് ശരിയായില്ല, അന്ന് അയൽവാസിനോട് സംസാരിച്ച് ശരിയായില്ല, ഞാൻ ഭർത്താവിനോട് പറഞ്ഞത് റെഡിയായില്ല, എന്നോട് അവൻ പറഞ്ഞ ആ രഹസ്യം ഞാൻ പറയാൻ പാടില്ലായിരുന്നു, അവൻ എന്നെ വഴക്കിൽ വന്നപ്പോൾ ഞാൻ അന്നത് പറയാൻ പാടില്ല, അന്നത് പറഞ്ഞിട്ട് തെറ്റായിപ്പോയി. വാക്കുകളിൽ സൂക്ഷ്മത വന്നില്ലെന്ന് ധൈര്യമായി പറയാൻ ആർക്കാ പറ്റുക? വാക്കിൽ സൂക്ഷ്മത വന്നില്ലെന്ന് വന്നു സുഹൃത്തുക്കൾ. അവിടെ എല്ലാ ദിവസവും നമ്മൾ കേൾക്കണില്ല, എല്ലാ ഇന്നും കേട്ടില്ല വെള്ളിയാഴ്ച, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഖൂലൂ ഖൗലൻ സദീദാ, സദീദായ വാക്ക് പറയണം, നല്ല വാക്ക് പറയണം. അവനൊന്ന് കൊള്ളട്ടെ, ഇവനൊന്ന് കൊള്ളട്ടെ, ഒരു ചെറിയ കളവായാലും എന്നെക്കുറിച്ച് തെറ്റിദ്ധാരണ മാറിപ്പോകുമല്ലോ, ഉള്ളതേ പറയാവൂ. വാക്കിൽ ഒരിക്കലും ഒരു അളവ് പിഴക്കാൻ പാടില്ല. അതാ സദീദ്. ഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹു ലക്കും അഅമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അവൻ നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരും. അല്ലാഹ് പറയാണ് വാക്കിൽ. പിന്നെ സ്വകാര്യ ജീവിതം. മനസ്സിലെ ഞാനിപ്പോൾ എന്താ ജുമാ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു പയ്യൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, 20 കൊല്ലത്തെ തിന്മയാണ് നിർത്താൻ കഴിയും. 20 കൊല്ലത്തെ തിന്മ എന്താ? അശ്ലീല വീഡിയോ കാണുക, എന്നിട്ട് വേണ്ടാത്തരം ചെയ്യുക. ഇതാണ്. അപ്പം എന്നോട് പറഞ്ഞു, നാട്ടിൽ വരുമ്പോൾ അല്ല, ഗൾഫിലാകുമ്പോൾ ഉണ്ട്. നിർത്താൻ എല്ലാ പരീക്ഷണം മാക്സിമം കഴിഞ്ഞത് 15 ദിവസം, എൻ്റെ അപ്പുറത്തേക്ക് പറ്റണില്ല. ഇപ്പോൾ ഓർമ്മ നശിക്കുകയാണ്, ഓർമ്മ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇത് സംഭവിക്കുന്നതിൻ്റെ പിറ്റേന്ന് മുഴുവനും എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, ക്ഷീണമാണ്. എന്താ ചെയ്യാൻ സുഹൃത്തുക്കൾ? എത്ര വിശുദ്ധന്മാരായി ജീവിക്കുന്നവർക്കും സ്വകാര്യതയിൽ സൂക്ഷിക്കാൻ പറ്റണം. അതുകൊണ്ട് ആ സ്വർഗ്ഗമുണ്ട് എന്ന് പറഞ്ഞ് എണ്ണി പറഞ്ഞ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിയില്ല അല്ലാഹ്. അല്ലദീന യരിസൂനൽ ഫിർദൗസ് ഹും ഫീഹാ ഖാലിദൂൻ, അവർക്ക് ഫിർദൗസ് എന്ന സ്വർഗ്ഗം അനന്തരമായി കിട്ടും, അവരതിലെന്നും കഴിഞ്ഞുകൂടും. ആരാ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. എല്ലാവർക്കും പറ്റാത്ത കാര്യങ്ങളായി പറഞ്ഞു. നിസ്കരിക്കുന്നു പറയുകയാണെങ്കിൽ നമുക്കൊക്കെ പെടാലോ. ഭക്തിയുള്ളവരാണ് നിസ്കാരത്തിൽ എന്നാ പറഞ്ഞു.
ഭക്തിയുള്ളവരാണ് നിസ്കാരത്തിൽ അവർ നിതാന്ത ജാഗ്രത പുലർത്തും, സക്കാത്ത് കൊടുക്കുന്നു, അനാവശ്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയും. അയിലാ പറഞ്ഞത് വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമൻ ഇബ്തഗാ വറാഅ ദാലിക് ഫഉലൈക ഹുമുൽ ആദൂൻ. അവർ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കും. അവൻ്റെ മനസ്സിൽ അവൻ്റെ ഭാര്യയല്ലാത്ത മറ്റൊരു പെണ്ണില്ല, അവളുടെ മനസ്സിൽ അവളുടെ ഭർത്താവല്ലാത്ത മറ്റൊരു പുരുഷനില്ല. അതിനപ്പുറത്തേക്ക് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അവർ തെറ്റുകാരാണ്, അവർ പരിധി വിട്ടവരാണ്, അവർ പാപം ചെയ്യുന്നവരാണ്, അവർ വ്യഭിചരിക്കുന്നവരാണ്. കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം, കാതുകൊണ്ടുള്ള വ്യഭിചാരം, കൈകൊണ്ടുള്ള വ്യഭിചാരം, മനസ്സുകൊണ്ടുള്ള വ്യഭിചാരം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. രക്ഷപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സുഹൃത്തുക്കളെ, ബർക്കത്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ തടസ്സപ്പെടുമ്പോൾ ആലോചിക്കുക എവിടെയെങ്കിലും മുടങ്ങുന്നുണ്ടോ. ഒരു സഹോദരി കഴിഞ്ഞ ദിവസം പറഞ്ഞു, എൻ്റെ 2 മക്കൾക്കും വലിയ പരീക്ഷണം വന്ന 2 പെൺകുട്ടികൾ. ഒരു പെൺകുട്ടിക്ക് തൈറോയിഡ് ക്യാൻസർ വന്നു. ഒക്കെ ഞാൻ പ്രാർത്ഥിച്ച് അള്ളാഹിനോട് ചോദിച്ച് അള്ള എനിക്കൊക്കെ പരിഹരിച്ചു തന്നു. ഇപ്പം എനിക്കൊരു ആൺകുട്ടിയുണ്ട്, പക്ഷെ അവൻ്റെ കാര്യത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി, ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല. അപ്പം എൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ, ആ സഹോദര സംശയം, പ്രാർത്ഥന അള്ള സ്വീകരിക്കാതിരിക്കൽ എപ്പോഴാണ്? എൻ്റെ പ്രാർത്ഥന അള്ള സ്വീകരിക്കൂലെങ്കിൽ എൻ്റെ എല്ലാം കഴിഞ്ഞു. എൻ്റെ ഇത് സംഭവിച്ച് കുടുംബത്തിലൊരാളെ ഞാൻ തെറ്റി നിൽക്കേണ്ടത്, അതാണോ പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കാൻ? സുഹൃത്തുക്കളുടെ കഥ ആലോചിക്കേണ്ടത്. നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, പ്രാർത്ഥിച്ചിട്ടും സാക്ഷാത്കരിക്കാതെ വരുമ്പോൾ ആലോചിക്കുക, എൻ്റെ പടച്ചോന് ഇഷ്ടമല്ലാത്ത വല്ലതും എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്നൊരു ആത്മാർത്ഥമായ ചോദ്യം. കാരണം തരും, ഞമ്മക്കേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. ഞമ്മക്കല്ലേ അറിയുള്ളൂ, നമ്മുടെ സ്വകാര്യതകൾ ഞമ്മക്കേ അറിയുള്ളൂ. സുഹൃത്തുക്കളെ, നമുക്ക് നമ്മുടെ നല്ല ആളാണെന്നൊരു അഭിപ്രായം ഇല്ലെങ്കിൽ നമ്മൾ നല്ല ആളല്ല. നമുക്ക് നമ്മളെക്കുറിച്ച് നല്ലവനാണെന്ന് അഭിപ്രായമുണ്ടോ? നാട്ടുകാരൊക്കെ ബഹുമാനിച്ചിട്ട് കാര്യമില്ല. എല്ലാവരും ഇവനൊക്കെ എന്തൊരു നല്ല മനുഷ്യനാണ്, എന്തൊരു നല്ല മുത്തക്കയാണ്, നേരെ സ്വർഗത്തുക്കാന്നൊക്കെ കാണുന്നവർക്കൊക്കെ പറയാം. പക്ഷേ സുഹൃത്തുക്കളെ, ആ സർട്ടിഫിക്കറ്റ് നമ്മുടെ മനസ്സ് നമുക്ക് തരണം. നീ കുഴപ്പമില്ല, അത് പറയാത്തിടത്തോളം കാലം രഹസ്യങ്ങൾ അറിയുന്ന അള്ളാഹു നമ്മൾ കുഴപ്പമില്ലാത്ത ആളാന്ന് പറയണമെങ്കിൽ നമ്മളാദ്യം പറയണ്ടേ ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ വഅസ്സിറൂ ഖൗലക്കും അവിജ്ഹറൂ ബി ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ അലാ യഅലമു മൻ ഖലഖ് വഹുവൽ ലതീഫുൽ ഖബീർ. സൃഷ്ടിച്ചവൻ അറിയില്ലേ? മനസ്സ് സൃഷ്ടിച്ചവന് മനസ്സിനുള്ളത് അറിയാതെ പോകുമോ? മനുഷ്യനെ സൃഷ്ടിച്ചവന് മനുഷ്യന്റെ മനസ്സറിയാതെ പോകുമോ? വഅസിറൂ ഖൗലക്കും അവിജ്ഹറൂ ബി, വാക്കുകളെ നിങ്ങൾ പരസ്യപ്പെടുത്തിയാലും രഹസ്യമാക്കിയാലും ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ, മനസ്സിലുള്ളത് അവൻ അറിയും, ഹൃദയത്തിലുള്ളത് അവൻ അറിയും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഹറാമില്ല എന്ന് ബോധ്യപ്പെടുത്താൻ പറ്റിയാൽ അള്ളാഹുവിൻ്റെ കാരുണ്യമിറങ്ങും, ബർക്കത്തിറങ്ങും, ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാകും എന്ന് മനസ്സിലാക്കുക. സത്യത്തിൽ അവിടെയാണ് നമ്മൾ ആദ്യത്തെ തിരുത്തുവേണ്ടത്. സുഹൃത്തുക്കൾ, ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഒരു കാരണവശാലും സ്വർഗത്തേക്ക് പ്രവേശനമില്ലാത്ത മുഴുവൻ അമലുകളും ബാത്തിലായി പോകുന്ന കാര്യം ശിർക്കാണ്. അതെന്തേ? അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ വരുന്ന തകരാറാണ്. അപ്പോൾ ആൾക്കാർ ചോദിക്കും, ഇവിടെ ആർക്കാ ശിർക്ക്? ഭൂരിപക്ഷം ആളുകളും ശിർക്കിലാന്നല്ലേ ഖുർആൻ പറയുന്നത്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്, അല്ലാഹുവിൽ അവരിൽ അധികം ആളുകളും വിശ്വസിച്ചിട്ടില്ല. ഇല്ലാ വഹും മുശ്രികൂൻ, ശിർക്ക് വെച്ചിട്ടല്ലാതെ. ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും മേൽക്കുമേലെ വരുമ്പോഴേ ആൾക്കാർ ചിന്തിക്കും ഇതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ആ കാരണം തേടി പോകൽ എവിടെയാണ് സുഹൃത്തുക്കളെ? ഏതെങ്കിലും മന്ത്രവാദികളുടെ അടുക്കലാ പോവുക. അള്ളാഹുവിൽ തവക്കുലാക്കി അള്ളാഹുവിൽ പരിഹാരം തേടി വിശ്വസിക്കുന്ന ഒരു മുവഹിദിൻ്റെ തൗഹീദ്, അതാണ് അടിസ്ഥാന വിശ്വാസം. അതുള്ള ഒരാൾക്ക് ഒന്നും പേടിക്കല്ല.